നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 റിസൾട്ട് ഇന്നലെ പ്രഖ്യാപിച്ചു കേരളത്തിൽ. എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മോശം മാർക്കും ഒരുപാട് കുട്ടികൾക്ക്, ഞാൻ പൊതുവെ പറയുന്നതല്ല, ഒരുപാട് കുട്ടികൾക്ക് പൊതുവെ മോശം മാർക്കും ഒരുപാട് കുട്ടികൾ പരാജയപ്പെട്ട ഒരു വർഷമാണ് +1 2025 റിസൾട്ട്. ആരും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യത്തില്ല. കാരണം വിജയിച്ചതിൻ്റെ വീഡിയോസാണ്. ഇപ്പം നമ്മുടെ ഓൺലൈൻ ബാച്ചസിലെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക്, ഓഫ്ലൈൻ ബാച്ചസൊക്കെ നല്ല മാർക്ക് കിട്ടിക്കാണ്. ഞാൻ പറഞ്ഞ പൊതുവേ നമ്മൾ ചിന്തിക്കണം. പൊതുവെ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് വളരെ മോശം മാർക്ക് കിട്ടിയ ഒരു വർഷമാണ് +1. +2ൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. +2 ഒരുപാട് കുട്ടികൾ 1,00,000 കൂടുതലുണ്ടെന്ന് എൻ്റെ കണക്കിൽ തോന്നില്ല. 1,00,000 ഇച്ചിരി കുറവ് കുട്ടികൾ +2ന് തോറ്റിട്ടുണ്ടെങ്കിൽ +1നും അത്രയ്ക്കൊന്നും ഒരു അത്യാവശ്യം നല്ലപോലെ കുട്ടികൾ തോറ്റിട്ടുണ്ട്. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാൻ ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾക്ക് കമൻസിടാം, പ്രതീക്ഷ മാർക്ക് കിട്ടാഞ്ഞത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ് അത്യാവശ്യം നല്ല പരീക്ഷയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മാർക്ക് കിട്ടിയപ്പോൾ പല കുട്ടികൾക്കും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, സാർ ഇനിയും +2 എങ്ങനെ +2 നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? കാരണം മാർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വലിയൊരു പ്രതീക്ഷ മാർക്കില്ല. നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുക്കാം, നിങ്ങൾ തന്നെ എഴുതിയ പേപ്പറാണ്, നിങ്ങൾക്ക് റീവാലുവേഷൻ ചെയ്യാം. റീവാലുവേഷൻ പക്ഷേ 1% മാത്രമേ പോസിറ്റീവ് ആകാനുള്ള ചാൻസ് ഉള്ളൂ. അത് സത്യമാണ്. ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ചാൻസ് അത്രയേ ഉള്ളൂ. പക്ഷേ ഫോട്ടോ കോപ്പി എടുത്താൽ നിങ്ങളുടെ സ്വന്തം പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടും. എവിടെയൊക്കെ മാർക്ക് പോയെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് തിരിച്ചു കിട്ടും. അത് കറക്റ്റായ കാര്യമാണ്. പിന്നെ ഇനി എന്ത്, ഇപ്പം വീട്ടുകാർ കുറേ വഴക്ക് പറഞ്ഞു, അടിക്കുന്നു, അല്ലെങ്കിൽ അധ്യാപകർ വഴക്ക് പറയുന്നു, മാർക്ക് കൂടുന്നില്ലല്ലോ. ആ പ്രസൻറ്റ് മാർക്ക് തന്നെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഇപ്പം മാർക്ക് തോറ്റവർക്ക്, ഇപ്പം കുറേ വിഷയങ്ങൾ പോയിട്ടുണ്ടായിരിക്കും, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ തോറ്റവർക്ക് വീണ്ടും നിങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇപ്പം നിങ്ങൾ ശ്രമം നടത്തിയാലേ അടുത്ത വട്ടം +1 ഇമ്പ്രൂവ്മെൻറ്റിൽ എഴുതിയെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എഴുതത്തില്ല. നിങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടാൽ അടുത്ത വട്ടം ഈ മൂന്ന് വിഷയം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പറ്റത്തുള്ളൂ. ഈ 3 വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. എന്നെ എന്നുള്ള ഞാൻ എല്ലാവിധ ഹെൽപ്പുകളും അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസിൽ ഒരു വർഷം. +2 നമ്മുടെ ഓൺലൈൻ ബാച്ചസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് എല്ലാ സബ്ജക്ട്സും പഠിക്കാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ, ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. അന്നേരം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ കുട്ടികൾ കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കാനുള്ള ശ്രമങ്ങളൂടെ നടത്തണം. കാരണം ഇത് നമുക്ക് 10ാം ക്ലാസ് പോലെ ലാസ്റ്റ് നിമിഷം അങ്ങ് റെഡിയാക്കാമെന്ന് പറയുന്ന ഗവൺമെൻറ് ഇപ്പോൾ ഇച്ചിരി ഒന്ന് ടൈറ്റ് ആക്കിയതിൻ്റെ ഭാഗമാണ് പലരും ഉദ്ദേശിക്കുന്ന മാർക്കുകൾ കിട്ടാത്തത്. പക്ഷേ ഒരു 10% പേർക്ക് ചിലപ്പോൾ ഉദ്ദേശിച്ച എഴുതിയ മാർക്ക് കിട്ടാഞ്ഞതിൻ്റെ ചിലപ്പം തിരിച്ച് കിട്ടുമായിരിക്കാം. ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ നല്ലപോലെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നല്ലപോലെ ഉഴപ്പി ലാസ്റ്റ് നിമിഷത്തെ പഠനം +1നും +2നും മാർക്ക് കിട്ടത്തില്ലെന്നുള്ളത് സത്യമാണ്. കാരണം അതുപോലെ പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ മാറി ഈ പാറ്റേൺ അനുസരിച്ച് ക്ലാസ്സുകൾ ഇട്ട് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം നമുക്കായാലും ഞാനാണെങ്കിൽ എല്ലാ പാറ്റേണും +2ൻ്റെ മാറ്റി ക്ലാസ്സുകളെല്ലാം പാറ്റേൺ കൃത്യമായിട്ട് ആക്കിയ ക്ലാസ്സുകളാണ് ഇപ്പം കൊടുക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നോട്ട്സ് ഉൾപ്പെടെ മാറ്റി. കാരണം ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഈ വട്ടത്തെ +2ൻ്റെയൊക്കെ റിസൾട്ട് വന്നപ്പോൾ കണ്ടത്. കാരണം അത്രയും കുട്ടികൾ തോറ്റു. ഈ തോറ്റ കുട്ടികളുടെ എണ്ണം പറയാൻ ഒരു ചാനലുകാരും വരത്തില്ല. ഇവരെല്ലാവരും പറയും അതാണ് ഞങ്ങളുടെ വിജയം. എല്ലാവർക്കും വിജയങ്ങളുണ്ട്. പക്ഷേ തോൽവി ഒരു വിഭാഗമുണ്ട്. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവരുണ്ട്. അന്നേരം ഇതുവരെയും ഹയർ സെക്കൻഡറി തുടങ്ങിയാൽ എനിക്കൊന്ന് ഏറ്റവും ഈ അടുത്ത സമീപകാലത്ത് ഞാൻ കണ്ട ഏറ്റവും വൻ തോൽവിയാണ് +1. നിങ്ങൾ മോശക്കാരൊന്നും അല്ല, നിങ്ങൾ ഗംഭീരമായിട്ട് പഠിക്കാം. +2ലാണ് നിങ്ങളുടെ ഒരു 70% മാർക്ക് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് +1നും +2 കൂട്ടുമ്പോഴാണ് ഫൈനൽ മാർക്ക്. അതുകൊണ്ട് +1 റെഡിയാക്കി എടുക്കണം, നല്ലപോലെ കഷ്ടപ്പെട്ടു. ഒപ്പം +2 നല്ല ഗംഭീരമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല അടുത്ത 10ാം ക്ലാസ്സിലെ റിസൾട്ട് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ഇച്ചിരി കുറവാണെങ്കിലും പൈസ കൊടുത്ത് ഒരു സ്കൂളിൽ അങ്ങ് അഡ്മിഷൻ എടുക്കാൻ നോക്കാം. പക്ഷേ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കോഴ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് എടുക്കണമെങ്കിൽ ലക്ഷോപലക്ഷം പൈസ ചിലവാക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് താങ്ങാണമെന്നില്ല. അന്നേരം നമ്മൾ പഠിച്ച മാർക്കുണ്ടെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കും കോളേജുകാർ, പല കോളേജുകാർ. ഇങ്ങനെ ഇപ്പം അങ്ങനെ ആ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഈ കോളേജിൽ അതുകൊണ്ടാണ് പവർ. ആ പവർ
നിങ്ങൾ കാണിക്കെത്തിയായിട്ടിരിക്കുക, ഉഴപ്പരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മാഷ് കൂടെ കാണും. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റോ, നിങ്ങൾക്ക് മോശം മാർക്ക് കിട്ടുകയാണെങ്കിൽ അതിന് ക്ലാസ്സുകൾക്കോ എല്ലാത്തിനും ഉറപ്പായിട്ട്. ഓക്കെ, +2 ക്ലാസ്സുകൾക്കും എല്ലാം. അന്നേരം നിർത്തുന്നു. നല്ല മാർക്ക് കിട്ടട്ടെ. ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ നല്ലപോലെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയട്ടെ, ഉഴപ്പരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.